എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിന്റെ അവസരമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. ഇന്ന് വ്യഭിചാരം, പടച്ചവനെ, ഇന്ന് വ്യഭിചാരം ഇല്ലാത്ത വീടുകളില്ലല്ലോ. ഇന്ന് ലോകത്തുള്ള ഏകദേശമുള്ള 198% വീടിനകത്തും വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചവരെ, രാവെന്ന് പകലെന്നില്ലാതെ റബ്ബേ, ഇന്ന് വീടിനകത്ത് വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നമ്മൾ കരുതിയിരിക്കുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരമെന്ന് കരുതുന്നത്. വ്യഭിചാരം അതാണെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതിനല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. ഒരാണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. ആദമിന്റെ മക്കള് വ്യഭിചാരത്തിന്റെ കുറ്റം അവരുടെ മേൽ എഴുതപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, ഹറാമ് കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഏത് വഴിയിലൂടെ എന്നറിയുമോ? അല്ലാഹുവേ, മൊബൈലിലൂടെയാണ്. പാതിരാത്രി 9 മണിയായ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീടിന്റെ പല റൂമിനകത്തേക്ക് കിടക്കുകയാണ്. വാപ്പ ഒരു റൂമിലാണ്, ഉമ്മ ഒരു റൂമിലാണ്, മക്കൾ ഒരു റൂമിലാണ്. പടച്ചവനെ, എന്നിട്ട് ഓരോ റൂമിനകത്ത് കിടന്നുകൊണ്ട് വ്യഭിചരിക്കുമ്പോ, ഫോണിലൂടെയുള്ള വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൂട്യൂബിൽ കയറിയിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പൊന്നുമോനെ, വാട്സപ്പിലൂടെ തന്റെ കാമുകിക്ക് തന്റെ നഗ്നചിത്രം വഹിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാര്, അവിടെ നിങ്ങോട്ട് വേടിക്കുന്ന പെണ്ണുങ്ങള്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവേ, നിങ്ങൾക്ക് പടച്ചിറപ്പ് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവര്, അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ നീ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ നിന്നെ മലക്കുകൾ പിടിച്ചു കയ്യും കാലും ചങ്ങലയിൽ കെട്ടുകയാണ്. നിന്റെ കയ്യും കാലും ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്റെ കണ്ണിനകത്തേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചിലരൊക്കെ ഇതിന് നിസാരമായിട്ടാണ് തള്ളുന്നത്. ഇത് നിസാരമല്ല. പടച്ചവനെ, സിനിമയ്ക്കകത്ത് അരപ്പാവാട ഇട്ടിട്ട് ഒരു പെണ്ണ് കടന്ന് ആടുന്നത് പടച്ചവനെ ഒരു നാണവുമില്ലാതെ ഇരുന്ന് കാണുന്ന മുസ്ലിമേ, അത് നിസാരമാണെന്ന് തള്ളിക്കളയുന്നവര്, അത് നിസാരമായ ഒരു തെറ്റല്ല, അത് നിസാരമായ ഒരു പാപമല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത് ഒരു നിസാര തെറ്റല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ പടച്ചവനെ ഒരു പണ്ഡിതൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരേ ഒരു ദുആ മാത്രമേ പറയുന്നുള്ളൂ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് റബ്ബേ, എത്രയോ കൊല്ലങ്ങളായി നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ
ഒരു മനുഷ്യന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ് പറയുന്നത്. എപ്പോ നോക്കിയാലും ഇതേ ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. അല്ലാഹുവേ എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ്. പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിക്കുന്നത് പോലുമില്ല. ഇത് കണ്ടപ്പോ ആ ചെറുപ്പക്കാരനോടൊരു മനുഷ്യൻ ചോദിക്കുകയാണ്. ഒരു പണ്ഡിതൻ ചോദിച്ചു, എന്തിനാണ് പൊന്നുമോന് നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, ഇത് മാത്രമേ നീ ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, എന്റെ ജ്യേഷ്ഠനുണ്ട്, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അതിൽ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, ആ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ സഹോദരൻ 40 വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മനുഷ്യന് വേണ്ടി ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വചരാചരങ്ങൾ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, 12 കൊല്ലം ആരെങ്കിലും ഒറ്റയടിക്ക് ബാങ്ക് വിളിച്ചാൽ, 12 വർഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ സഹോദരൻ 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. പടച്ചവനെ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നിസ്കാരത്തടമ്പുള്ള മനുഷ്യനായിരുന്നു, കയ്യിൽ കിട്ടുന്നത് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു. പടച്ചവനെ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ എന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, അവിടുന്ന് രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തുകൊണ്ടുവാ. പടച്ചവനെ, ഞാൻ ചിന്തിച്ചു, എന്റെ സഹോദരൻ ഖുർആൻ ഒരുപാട് ഓതിയതാണല്ലോ, ആ ഖുർആൻ ഓതിയിട്ട് മരിക്കാൻ പോകുകയായിരിക്കും, അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ച് മരിക്കാനായിരിക്കും. ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആൻ കൊണ്ടുവച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു, കഫർതു ബില്ലാഹി ബിമാ ഉൻസില. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുകൊടുത്തപ്പോ ആ ഖുർആൻ വലിച്ചു കീറുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറുകയാണ്. എന്നിട്ട് പറയുകയാ, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, അവസാനം മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ സഹോദരനോട് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ ഖുർആൻ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഖുർആൻ അങ്ങ് വലിച്ചു കീറുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പറയുകയാ, എന്റെ സഹോദരൻ കാഫിറായി മരിച്ചുപോയി.
40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യര് അവസാനം തന്റെ മരണമെടുത്തപ്പോ പരിശുദ്ധമായ ഖുർആൻ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അത് വലിച്ചു കീറിയിട്ട് കാഫിറായിട്ടാണ് മരിച്ചുപോയത്. എന്നിട്ട് പറയുന്നു, എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ സഹോദരനും അവിടെ രണ്ടാമത്തെ സഹോദരനും 10 കൊല്ലം ആ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അവസാനം എന്റെ സഹോദരനും മരണപ്പെട്ടത് കാഫിറായിട്ടാ. ഇപ്പൊ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്. എന്തിനാണ് ഞാൻ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിരുന്ന് ദുആ ചെയ്യുന്നതെന്നറിയുവോ? അല്ലാഹുവേ, എന്റെ സഹോദരന്മാർക്ക് വന്ന ഗതി എനിക്ക് തരല്ലേ അല്ലാ, ആ ഗതി എനിക്ക് വരല്ലേ അല്ലാ എന്നുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാര് പടച്ചവരെ. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഹുമായന്നുറാനി ഔറാദുൻ നിസാ. പടച്ചവരെ, യതീംഖാനയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നീ പറ, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എത്ര നല്ല മനുഷ്യനാണ് പടച്ചവരെ, എത്ര നല്ല മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്റുകൾ പറയുമായിരുന്നു, സദഖകൾ കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, ആ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മനുഷ്യർ അവസാനം കാഫിറായിട്ടാണ് മരിച്ചുപോയത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ, 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. എന്തേ ദുശീലമെന്നറിയോ? ഔറാദുൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, 2 പേർക്കും അല്ലാഹുവേ ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവനെ, നമുക്കും ആ സ്വഭാവമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഹറാമ കാണുന്നവരാണല്ലോ, സിനിമ കാണുന്നവരാണല്ലോ, സീരിയൽ കാണുന്നവരാണല്ലോ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട കാമുകിയതാ നഗ്നചിത്രം അയച്ചു തരുമ്പോ നീ കാണുന്നവനല്ലേ, നീ ഷെയർ ചെയ്യുന്നവനല്ലേ, IMOയിലൂടെ നിന്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണുന്നവനല്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കാരമുണ്ടെങ്കിലും നീ ഖുർആൻ ഓതുമെങ്കിലും സ്വലാത്ത് പറയുമെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ദുശീലം നിനക്കുണ്ടോ? അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് അന്യപുരുഷന്റെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, പടച്ചവരെ, അവസാന പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കയറി കളഞ്ഞിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു തരികയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണുകൊണ്ട് ഹറാമ് കാണല്, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ